നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്ന റീഡിംഗ്, നിങ്ങളെന്ന വ്യക്തി ചതിക്കപ്പെട്ടിട്ടുണ്ടോ? നിങ്ങളെ ആരാണ് ചതിച്ചത്? ഇപ്പോഴും നിങ്ങളെ ചതിച്ച ആ വ്യക്തി ഇപ്പോഴും നിങ്ങളെ ചതിച്ചുകൊണ്ടിരിക്കുകയാണോ? നിങ്ങൾ ഇനി ആ വ്യക്തിയുടെ അടുത്ത് ക്ഷമിക്കേണ്ടതായിട്ടുണ്ടോ? ഇതിനെയൊക്കെ കുറിച്ചിട്ടുള്ളൊരു റീഡിംഗ് ആണ് ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസും ടൈംലെസ്സുമാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒരുപാട് പേരുടെ എനർജീസ് ഉണ്ട്. നിങ്ങളുമായിട്ട് റെസൊണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുക, അല്ലാത്തതൊക്കെ വിട്ടുകളയുക. ആവശ്യമില്ലാത്ത നെഗറ്റീവ് എനർജീസിനെ ലൈഫിലേക്ക് ഒരിക്കലും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങളിത് എപ്പോഴാണോ കാണുന്നത് ആ ഒരു ടൈം തൊട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഇത് റെസൊണേറ്റ് ആവാൻ തുടങ്ങുന്നതായിരിക്കും. നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ, വീഡിയോയുടെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. വീഡിയോയുടെ അവസാനം നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ടും നിങ്ങൾ ആ വ്യക്തിയിൽ നിന്നും നിങ്ങൾ എത്ര സ്നേഹമാണോ പ്രതീക്ഷിക്കുന്നത് അത്രയും സ്നേഹം നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടിയിട്ടുമുള്ളൊരു ചെറിയൊരു സ്പെൽ വർക്ക് കാണിക്കുന്നുണ്ട്. ആ ഒരു സ്പെൽ വർക്കും ഈ വീഡിയോ കണ്ടതിന് ശേഷം ചെയ്യുക. വളരെ എഫക്റ്റീവായിട്ടുള്ള സ്പെൽ വർക്കാണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വന്നിരിക്കുന്ന കാർഡ്സ് എല്ലാം എന്തൊക്കെയാണെന്ന് നോക്കാം. ഓം നമഃ ശിവായ. ആദ്യം തന്നെ വന്നിരിക്കുന്ന കാർഡ് 8 ഓഫ് പെൻറ്റക്കിൾസ്, 10 ഓഫ് സോർഡ്സ്, ജഡ്ജ്മെൻറ്റ് കാർഡ്, 8 ഓഫ് വാൻഡ്സ്, 2 ഓഫ് കപ്സ്, ദ മൂൺ കാർഡ്, ക്യൂൻ ഓഫ് വാൻഡ്സ്, ബോട്ടം ഓഫ് ദ ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്, ദ എംപറർ കാർഡ്, ക്യൂൻ ഓഫ് സോർഡ്സ്, ഹെർമിറ്റ്, ജഡ്ജ്മെൻറ്റ്, പേജ് ഓഫ് സോർഡ്സ്, 3 ഓഫ് സോർഡ്സ്, ദ വീൽ ഓഫ് ഫോർച്യൂൺ, ദ സ്ട്രെങ്ത് കാർഡ്. നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഇവിടെ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്, നിങ്ങൾക്കറിയാം നിങ്ങൾ ചതിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങളാകെ തകർന്ന ഒരവസ്ഥയിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ആ വ്യക്തിയെ അറിയാം, ആരാണ് നിങ്ങളെ ചതിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. നിങ്ങൾക്ക് ആ വ്യക്തിയെ അറിയാമെന്നുണ്ടെങ്കിൽ തന്നെയും ആ വ്യക്തി ഇപ്പോഴും നിങ്ങളുടെ ലൈഫിലുണ്ട്. നിങ്ങൾ ആ വ്യക്തിയെ അങ്ങോട്ട് അകറ്റി നിർത്തിയിട്ടില്ല. ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും നിങ്ങളിങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. പണിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ആ ഒരു അതായത് നിങ്ങളെ ചതിച്ച ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും കുറേ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ആ വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും ആ വ്യക്തിയോട് ഷെയർ ചെയ്യുന്നുണ്ട്. എന്നിരുന്നാൽ പോലും നിങ്ങൾക്കിപ്പോൾ സംശയമുണ്ടല്ലോ, ഒരു വ്യക്തി നിങ്ങളെ ആ വ്യക്തിയാണ് ചതിച്ചത് എന്നുള്ളത്. ആ വ്യക്തിയാണ് നിങ്ങളെ ചതിച്ചത് എന്ന് ഒരിക്കലും ഉൾക്കൊള്ളാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലാണ് നിങ്ങൾ ഇപ്പോൾ എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ സംശയം ശരിയാണ്. ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ജീവൻ കൊടുത്തിട്ട് ആരെയാണോ സ്നേഹിച്ചത്, വിശ്വസിച്ചത്, അവർ തന്നെയാണ് നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളെ ശരിക്കും അവർ ചീറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങളുടെ മുമ്പിൽ നല്ല സത്യസന്ധരായിട്ടുള്ള ഒരു ഫേസ് കാണിച്ചിട്ട് നിങ്ങളുടെ പിറകെ നിന്ന് കുത്തുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ ഇത്രയും കാലവും വിശ്വസിച്ചത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ അറിയാത്തൊരു ക്യാരക്ടർ ഈ ഒരു വ്യക്തിക്കുണ്ട്. അതായത് നിങ്ങളടുത്ത് സ്നേഹം കാണിച്ചിട്ട് ഉള്ളിൻ്റെ ഉള്ളിലാകാം, മറ്റുള്ള വ്യക്തിയോടാവാം, നിങ്ങളെപ്പറ്റി വളരെ മോശമാണ് ഈ ഒരു വ്യക്തി പറയുന്നത്. ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് സപ്പോർട്ട് ചെയ്യുന്ന മൂന്നാമതൊരാൾ ഉണ്ട് എന്ന് തന്നെ കരുതുക. ആ മൂന്നാമതൊരാളുടെ അടുത്ത് നിങ്ങളെപ്പറ്റി വളരെ മോശമായിട്ട് പറയുകയും നിങ്ങൾ ഒട്ടും കൊള്ളാത്ത ഒരു സ്ത്രീയാണെന്നോ പുരുഷനാണെന്നോ പറയുകയും നിങ്ങളുടെ അടുത്ത് വന്ന് സന്തോഷകരമായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്ന രീതിയിൽ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഉറപ്പായിട്ടും ഈ മറ്റൊരു വ്യക്തിക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് അറിയാമെന്ന് പറഞ്ഞല്ലോ.
അവർ മാത്രമല്ല, നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പ് അറിയാവുന്ന ആരൊക്കെയുണ്ടോ അവരുടെ അടുത്തെല്ലാം നിങ്ങളെപ്പറ്റി വളരെ മോശമായിട്ട് സംസാരിക്കുന്നു എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ തന്നെ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ്. നിങ്ങൾ തന്നെ ചിലപ്പോൾ വിചാരിക്കുക, നിങ്ങളെക്കുറിച്ചിട്ട് ഈ ഒരു വ്യക്തിക്ക്, നിങ്ങൾ സ്നേഹിച്ച ഈ ഒരു വ്യക്തിക്ക് ഇത്രയും മോശമായിട്ട് മറ്റൊരാളുടെ അടുത്ത് സംസാരിക്കാൻ സാധിക്കുമോ എന്നുള്ള കാര്യം പോലും നിങ്ങൾക്ക് വിശ്വസിക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് ഈ ഒരു വ്യക്തി പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളെക്കുറിച്ചിട്ട് തന്നെ. ഈ വ്യക്തി അതായത് നിങ്ങളെക്കുറിച്ചിട്ട് ഇത്രയും മോശമായിട്ട് പറഞ്ഞ് സ്പ്രെഡ് ചെയ്യാനുള്ള മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആ വ്യക്തിക്ക് പൂർണ്ണമായിട്ടും നിർത്തണം. കാരണം നിങ്ങളെ ആ വ്യക്തിക്ക് ഇനി ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല. കാരണം ഒരു തേർഡ് പേഴ്സണിനോട് ആ വ്യക്തിക്ക് എന്തോ ഒരു അട്രാക്ഷൻ തോന്നിയിട്ടുണ്ട്, അല്ലെങ്കിൽ അതാണ് ഇനി അവരുടെ ലൈഫ് അതാണ് എന്ന് തോന്നിക്കുന്ന വിധം ആ ഒരു തേർഡ് പേഴ്സണുമായിട്ട് അടുത്തിട്ടുണ്ട് എന്ന് തന്നെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഇവിടെ പറയുന്നത് അവർ വളരെ മെച്യൂർഡായിട്ട് എടുത്തൊരു തീരുമാനമാണ്. നിങ്ങളെ ഉപേക്ഷിക്കുക എന്നുള്ളത് വളരെ മെച്യൂർഡായിട്ട് അവരെടുത്തൊരു തീരുമാനമായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. ഈ ഒരു തേർഡ് പേഴ്സൺ മതി അവരുടെ ലൈഫിൽ, അല്ലെങ്കിൽ ആ ഒരു തേർഡ് പേഴ്സൻ്റെ വാക്കാണ് ഇവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ആ ഒരു തേർഡ് പേഴ്സൺ പറയുന്നത് ഇനി അവർ ജീവിതത്തിൽ അനുസരിക്കൂ, കേൾക്കൂ എന്നുള്ള തീരുമാനം അവർ ഉറച്ചിട്ട് എടുത്ത, അതായത് ഉറച്ച തീരുമാനമാണ് എന്ന് തന്നെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ യൂണിവേഴ്സിന് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ആരെയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക. നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ സ്നേഹിക്കുന്നവർ, അതായത് നിങ്ങളോട് സ്നേഹിക്കുന്നവർ എന്നല്ല, നിങ്ങളോട് സ്നേഹം നടിച്ച് നിങ്ങളെ പറ്റിക്കുകയാണ്. അത് നിങ്ങൾക്ക് തന്നെ അറിയാം. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളോട് പറയുന്നുണ്ട് നിങ്ങളെ അവർ ചീറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് പോലും അവരോടുള്ള അവരോടുള്ള സ്നേഹം കൊണ്ട് നിങ്ങൾ ശരിക്കും അന്ധരായിരിക്കുകയാണ്. ആ ഒരു അന്ധത അവരെ അവിശ്വസിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ പറ്റിക്കുന്നവരെ, നിങ്ങളെ ചതിക്കുന്നവരെ നിങ്ങൾ വിശ്വസിക്കാതിരിക്കുക. അവർ എന്തൊക്കെ കള്ളമാണോ നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നത്, എന്തൊക്കെ രഹസ്യബന്ധങ്ങളാണോ അവർക്ക് ഉള്ളത്, അതൊക്കെ നിങ്ങൾ കണ്ടുപിടിക്കാനാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. കാരണം നിങ്ങൾ അവരോട് കാണിക്കുന്നത് യഥാർത്ഥമായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള ഒരു സ്നേഹമാണ്. പക്ഷെ അവർക്ക് നിങ്ങളെടുത്ത് ആ ഒരു സത്യസന്ധത പുലർത്താൻ സാധിക്കുന്നില്ല. ഈ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ശരിക്കും ഈ ഒരു തേർഡ് പേഴ്സൻ്റെ ഫിസിക്കൽ അപ്പിയറൻസിലാണെങ്കിൽ തന്നെയും എന്തോ ഒരു കാര്യത്തിൽ ഭയങ്കര അട്രാക്റ്റഡ് ആയിട്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളെന്ന വ്യക്തിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയോട് ഉള്ള സ്നേഹത്താൽ നിങ്ങൾ അന്ധത നിങ്ങൾക്ക് ബാധിച്ചിരിക്കുന്നത് പോലെ നിങ്ങളുടെ വ്യക്തിക്കും ഈ ഒരു തേർഡ് പേഴ്സണിനോടുള്ള അട്രാക്ഷൻ കൊണ്ട് ഒരു അന്ധനായിരിക്കുകയാണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അവർ ശരിക്കും ഇപ്പോൾ ബ്ലൈൻഡ് ആയിട്ടിരിക്കുകയാണ്. അതായത് തേർഡ് പേഴ്സൺ ആണ് ശരി, അവരാണ് അവരുടെ ജീവിതത്തിലല്ല, അവർ പറയുന്നതാണ് സത്യം, ഇനി അവർക്ക് വേണ്ടിയായിരിക്കും ജീവിതം. ഇതൊക്കെ ഒരു സ്വപ്നലോകത്തിൽ എന്ന പോലെ ശരിക്കും ഒരു അന്ധത ബാധിച്ചിട്ടെടുത്ത തീരുമാനമായിട്ടാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളെ ശരിക്കും ഈ ഒരു വ്യക്തി, അതായത് നിങ്ങളുടെ വ്യക്തി ശരിക്കും പറ്റിക്കുന്നതായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. കാരണം ഇനിയും നിങ്ങളുടെ വ്യക്തിയെ വിശ്വസിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒറ്റപ്പെട്ട സാഹചര്യത്തിൽ ഇതിനേക്കാൾ ഹൃദയവേദന നിറഞ്ഞ ഒരു ഡിപ്രഷൻ നിറഞ്ഞ സ്റ്റേജിലോട്ട് പോകുമെന്ന് തന്നെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. നിങ്ങൾ ഇപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ പറയുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്യുകയാണ്. അത് സത്യമാണ് എന്ന് തന്നെ വിശ്വസിക്കുക. നിങ്ങൾ ഇപ്പോഴേ മുൻകരുതൽ എടുക്കണമെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഇത് നിങ്ങൾ അറിയും, നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്യുകയാണ് എന്നുള്ളത് നിങ്ങൾ അറിയും. തെളിവ് ഉൾപ്പെടെ നിങ്ങളുടെ കയ്യിൽ ലഭിക്കുമെന്ന് തന്നെ കാണിക്കുന്നുണ്ട്. അത് കുറച്ച് സമയമെടുക്കും. ആ ഒരു ടൈം, അതായത് കുറച്ച് സമയമെടുത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു തെളിവ് എല്ലാം കാണുമ്പോഴത്തേക്ക് ഈ ഒരു സ്റ്റേജ് ആയിരിക്കില്ല നിങ്ങളുടേത്. നിങ്ങൾക്ക് ആ ഒരു സമയം ഒരിക്കലും നിങ്ങൾക്ക് റിക്കവർ ആവാൻ പറ്റില്ലായിരിക്കും ആ ഒരു സിറ്റുവേഷനിൽ നിന്നും. അതുകൊണ്ട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ പ്രിപ്പയർഡ് ആയിട്ട് തന്നെ ഇരിക്കും. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ചതിക്കുമോ എന്ന ചോദ്യത്തിന് ഏഞ്ചൽസ് തന്ന ഉത്തരം യെസ് എന്നാണ്. ഉറപ്പായിട്ടും നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ചതിക്കുകയാണ്. നിങ്ങൾക്കറിയാത്ത മറ്റൊരു വലിയ രഹസ്യം നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ വ്യക്തി മറച്ചു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാത്ത എന്തെങ്കിലും രഹസ്യം നിങ്ങളുടെ വ്യക്തിക്കുണ്ടോ, അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്
അവർ നിങ്ങളെ വലിയ രീതിയിൽ ചീറ്റ് ചെയ്യുകയാണ്. നിങ്ങൾക്കറിയാത്ത രഹസ്യം എന്ന് പറയുന്നത് അവർക്ക് മറ്റൊരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് തന്നെയാണ്. നിങ്ങളറിയാതെ മറ്റൊരു സ്ത്രീക്കോ പുരുഷനോ വേണ്ടിയിട്ട് അവർ എന്തെങ്കിലും ത്യാഗം ചെയ്യുകയോ എന്തെങ്കിലും എഫേർട്ട് എടുക്കുകയോ സാമ്പത്തികം ചിലവാക്കുകയോ സമയം സ്പെൻഡ് ചെയ്യുകയോ നിങ്ങളോട് കള്ളം പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ ഒരു തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു സ്ത്രീയോ പുരുഷനോ ആണ് എന്ന് തന്നെയാണ്. നിങ്ങൾക്ക് ഈ ഒരു സത്യം കണ്ടെത്താൻ സാധിക്കുമെന്ന് തന്നെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഒരിക്കലും നിങ്ങളുടെ വ്യക്തിയോടുള്ള സ്നേഹത്തിൽ നിങ്ങൾ ഒരു ബ്ലൈൻഡായിട്ട് ഇരിക്കാതിരിക്കുക. നിങ്ങളുടെ വ്യക്തിയെ ഒരിക്കലും ഒരു ബ്ലൈൻഡായിട്ട് നിങ്ങൾ വിശ്വസിക്കാതിരിക്കുക. ചിലപ്പോൾ നിങ്ങൾക്കറിയാവുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ആണെങ്കിലും തന്നെ നിങ്ങളുടെ അടുത്ത് വന്ന് പറയുന്നുണ്ടാകാം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്യുകയാണ്. എന്നിരുന്നാൽ പോലും നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന മറുപടി എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് വിശ്വാസമാണ്, നിങ്ങളെ അവർ ചീറ്റ് ചെയ്യുകയില്ല. പക്ഷേ ഇവിടെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്യുക തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ചോദ്യം ഉണ്ടാകാം, നിങ്ങൾ ഇത്ര ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ട് എന്താണ് നിങ്ങളെ മനസ്സിലാക്കാതെ ഈ ഒരു തേർഡ് പേഴ്സണിനെ തിരക്കി നിങ്ങളുടെ വ്യക്തി പോയത്? ഇവിടെ അതിനായിട്ടുള്ള ഉത്തരമായിട്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹം ഉണ്ടായിരുന്നില്ല എന്നതാണ്. ഈ ഒരു തേർഡ് പേഴ്സൺ അവർ പുറമേ ഉള്ള സൗന്ദര്യം ഇതൊക്കെയാണ്, അല്ലെങ്കിൽ തേൻ നിറഞ്ഞ വാക്കുകൾ ഇതൊക്കെയായിരുന്നു അവർ സ്നേഹമായിട്ട് വിശ്വസിച്ചിരുന്നത്. ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയോട് സ്നേഹം കാണിക്കുന്നത് ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. തെറ്റുകൾ കാണുമ്പോൾ നിങ്ങൾ ശാസിക്കുന്നുണ്ടാവാം, അത് ചെയ്യരുത്, നോ പറയുന്നുണ്ടാവാം. പക്ഷേ ഈ ഒരു തേർഡ് പേഴ്സണിൽ കണ്ട ക്വാളിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തി എന്ത് പറഞ്ഞാലും ഇവർ അക്സെപ്റ്റ് ചെയ്തു കൊടുക്കുന്നു. കാണാൻ ഭംഗിയുണ്ട്, നല്ല രീതിയിൽ നിങ്ങളുടെ വ്യക്തിക്ക് ഇഷ്ടമുണ്ടാവുന്ന അട്രാക്ഷൻ ഉണ്ടാവുന്ന രീതിയിലുള്ള സംസാരം, ഇതൊക്കെയാണ് ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു തേർഡ് പേഴ്സണിൽ അട്രാക്ഷൻ തോന്നിയത്. പക്ഷേ ഈ ഒരു തേർഡ് പേഴ്സണിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ടതാണ്. നിങ്ങളുടെ വ്യക്തിക്ക് അത് മനസ്സിലാവുക തന്നെ ചെയ്യും. ഈ ഒരു തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് മറ്റ് വ്യക്തികളെ പല ആൾക്കാരെയും ഇവരിലോട്ട് അട്രാക്റ്റ് ചെയ്യേണ്ട രീതിയിലുള്ള സംസാരവും ശരീരഘടനയും ഒക്കെ അങ്ങനെയുള്ളൊരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത്. അവർക്ക് മൾട്ടിപ്പിൾ റിലേഷൻഷിപ്സ് തന്നെ ഒരു സമയത്ത് കീപ്പ് ചെയ്യുന്ന വ്യക്തിയായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിയുടെ അവസാനത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഈ ഒരു തേർഡ് പേഴ്സണെ അനുസരിച്ച് കഴിഞ്ഞാൽ, തേർഡ് പേഴ്സൺ നിങ്ങളെ ഉപേക്ഷിച്ച് ഈ ഒരു തേർഡ് പേഴ്സൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിയുടെ അവസ്ഥ എന്ന് പറയുന്നത് അതിദാരുണമായിരിക്കും. നിങ്ങളുടെ വ്യക്തിയെ ഈ ഒരു തേർഡ് പേഴ്സൺ ചവിട്ടി തേച്ച് ഒരു ഡോമിനേറ്റിംഗ് നേച്ചറാവും ഈ ഒരു തേർഡ് പേഴ്സണിന്. നിങ്ങളുടെ വ്യക്തി ഒരു അടിമയാകേണ്ടി വരും ഈ ഒരു തേർഡ് പേഴ്സൻ്റെ. അതുകൊണ്ട് തന്നെ ഇവിടെ പറയാനുള്ളത്, നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെ എങ്ങനെയാണോ ചീറ്റ് ചെയ്യുന്നത് അതിനേക്കാൾ 4 ഇരട്ടി അല്ലെങ്കിൽ ഒരു 10 ഇരട്ടി എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു 10,000 ഇരട്ടി അവർ നിങ്ങളെ എങ്ങനെയാണോ ചീറ്റ് ചെയ്യുന്നത് അതിൻ്റെ അപ്പുറമായിട്ട് മറ്റുള്ളവർ നിങ്ങളുടെ വ്യക്തി ആരെയൊക്കെയാണോ വിശ്വസിച്ചത്, ആർക്കൊക്കെ വേണ്ടിയിട്ടാണോ സാമ്പത്തികം മുടക്കിയത്, ആർക്കൊക്കെ വേണ്ടിയാണോ പല കാര്യങ്ങളും ചെയ്തത്, അവരിൽ നിന്നും നിങ്ങളുടെ വ്യക്തിക്ക് വലിയ രീതിയിലുള്ള ഒരു ചതിവ് തന്നെ നേരിടുന്നതാണ്. ലാസ്റ്റായിട്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് തന്നെ വരും. എല്ലാം നഷ്ടപ്പെട്ട് ഒരു അസുഖം ബാധിച്ച ഒരു ഭ്രാന്തൻ അല്ലെങ്കിൽ ഒരു ഭ്രാന്തിയായിട്ടുള്ളൊരു അവസ്ഥയിലായിരിക്കും നിങ്ങളുടെ അരികിലേക്ക് വരുന്നത്. ലാസ്റ്റ് ഒരു നിക്കക്കള്ളി ഇല്ലാത്തൊരവസ്ഥയിലായിരിക്കും നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ വ്യക്തി വരുന്നത് എന്ന് തന്നെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. അവർ നിങ്ങളുടെ അരികിൽ വരുമ്പോൾ നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും സ്വീകരിക്കണോ വേണ്ടായോ എന്നുള്ളത്. ഒരിക്കലും ഞാൻ പറയുന്നില്ല, അല്ലെങ്കിൽ യൂണിവേഴ്സ് ഇവിടെ പറയുന്നില്ല നിങ്ങളുടെ വ്യക്തി ഇനി നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ ഇനിയും നിങ്ങളെ ചതിക്കുമെന്നുള്ളത്. കാരണം ആ വ്യക്തി ഇനി നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ നിങ്ങളെന്ന വ്യക്തിയെ തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കി നിങ്ങളായിരുന്നു ശരി, ബാക്കിയുള്ളതെല്ലാം വെറും
ഫേക്കായിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിരുന്നു. ഈ ഒരു തേർഡ് പേഴ്സണൊക്കെ വളരെ ചീറ്റ് ചെയ്ത് മറ്റുള്ള വ്യക്തികളെ നിങ്ങളെപ്പോലെ വിശ്വസിക്കാൻ സാധിക്കുകയില്ല. ഇതൊക്കെ ഈ ഒരു സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കും നിങ്ങളുടെ വ്യക്തി ഇനി നിങ്ങളിലേക്ക് വരുന്നത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങിയെത്തുമ്പോൾ കുറച്ചെങ്കിലും സ്നേഹം, നിങ്ങളുടെ ഉള്ളിൽ സ്നേഹവും മനുഷ്യത്വവും അവശേഷിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ സ്വീകരിക്കാം. അതല്ല നിങ്ങൾക്ക് ആ വ്യക്തിയെ പൂർണ്ണമായിട്ടും ലൈഫിൽ നിന്നും ഒഴിവാക്കണമെന്ന ആഗ്രഹമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾ ഇനി ഒരു പേഴ്സണിന് നിങ്ങളുടെ ലൈഫിൽ ഇടം കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ചൂസ് ചെയ്യാൻ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട്. ഒരിക്കലും ഇനിയും ചതിക്കപ്പെടാതിരിക്കുക. നിങ്ങളെന്ന വ്യക്തിയുടെ ജീവനാണെങ്കിലും ജീവിതത്തിനാണെങ്കിലും ഒരുപാട് വിലയുണ്ട്. അത് സ്വന്തമായിട്ട് നിങ്ങളുടെ ജീവിതത്തിന് നിങ്ങൾ വില കൽപ്പിക്കുക. മറ്റാർക്കും പാവ കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ജീവിതമല്ല നിങ്ങളുടേത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ആരാണോ വില തരുന്നത്, നിങ്ങൾക്ക് ആരാണോ വാല്യൂ കൽപ്പിക്കുന്നത്, അവർക്ക് മാത്രം നിങ്ങളെ കൊടുക്കുക. നിങ്ങളുടെ ടൈമാണെങ്കിലും നിങ്ങളുടെ സ്നേഹമാണെങ്കിലും നിങ്ങളുടെ സപ്പോർട്ടാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാത്തിനും അർഹിക്കുന്നവരാരാണോ അവർക്ക് വേണ്ടി മാത്രം നിങ്ങൾ എല്ലാം ചെയ്യുക. അതാണ് ഇവിടെ യൂണിവേഴ്സിന് നിങ്ങളോട് പറയാനുള്ളത്. ഇനി നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്നും കുറച്ചൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നില്ല, പെട്ടെന്ന് ബ്രേക്കപ്പ് ആക്കി പോയി, അവർ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു സ്പെൽ വർക്ക് കാണിച്ചു തരാം. നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ പെട്ടെന്ന് തന്നെ അതിവേഗം മടങ്ങി എത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പെൽ വർക്കാണ്. അതിനായിട്ട് നിങ്ങൾക്ക് വേണ്ടുന്നത് ബ്ലൂ കളറിലെ പെന്നാണ്, വൈറ്റ് കളറിലെ പേപ്പറും. അതിനുശേഷം ഞാൻ ഇപ്പോൾ കാണിക്കുക, അതുപോലെ നിങ്ങൾ വരയ്ക്കുക. വളരെ പോസിറ്റീവായിട്ട് വേണം, ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു പ്ലേസിലിരുന്നിട്ട് വേണം നിങ്ങൾ ഈ ഒരു റിച്വൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു സിമ്പൽ വരച്ചതിന് ശേഷം നിങ്ങളുടെ 2 കൈകൾ, നിങ്ങളുടെ ഉള്ളം കൈ അതിനകത്ത് വെക്കുക. എന്നിട്ട് നിങ്ങളുടെ വ്യക്തിയുടെ പേര് 3 തവണ മനസ്സിൽ ആലോചിക്കുക. മുഖത്ത് എന്നിട്ട് സന്തോഷം കൊണ്ടുവരിക. എന്നിട്ട് ഒരു നെഗറ്റീവ് ചിന്തകളും പാടില്ല. എന്നിട്ട് ഇതുപോലെ അഫർമേഷൻ നിങ്ങൾ പറയുക. ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നെയും സ്നേഹിച്ചുകൊണ്ട് എനിക്ക് ഒപ്പം ഇപ്പോൾ ഉണ്ട്. ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നെയും സ്നേഹിച്ചുകൊണ്ട് എനിക്കൊപ്പം ഇപ്പോൾ ഈ നിമിഷം ഉണ്ടായതിന് നന്ദി. ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എനിക്കൊപ്പം എന്നെയും സ്നേഹിച്ചുകൊണ്ട് എന്നും ഉണ്ട്. ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നെയും സ്നേഹിച്ചുകൊണ്ട് എനിക്കൊപ്പം എന്നും ഉണ്ടായിരിക്കുന്നതിന് നന്ദി. ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ഇപ്പോൾ എന്നെ സ്നേഹിച്ചുകൊണ്ട് എനിക്കൊപ്പം ഉണ്ടായിരിക്കുന്നതിന് നന്ദി നന്ദി നന്ദി. ഈ ഒരു അഫർമേഷൻ എന്ന് പറയുന്നത് വെറും വാക്കല്ല, ഇത് വളരെ പവർഫുള്ളാണ്. നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ കൂടെ എന്നും നിങ്ങളുടെ മരണം വരെ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ഒരു അഫർമേഷനാണ്. നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സൊക്കെ മാറ്റി നിങ്ങളിലേക്ക് തന്നെ എത്തുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ എത്ര അഫർമേഷൻ ചെയ്തിട്ടും റിച്വൽസ് ചെയ്തിട്ടും സ്പെൽ വർക്ക് ചെയ്തിട്ടും നിങ്ങളുടെ മൈൻഡ് ഒന്ന് ശരിയാക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ലവ് അട്രാക്ഷൻ ബ്രേസ്ലെറ്റും തേർഡ് പാർട്ടി റിമൂവർ ബ്രേസ്ലെറ്റും ഉള്ളത്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ മാത്രം സ്നേഹിച്ചുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട് നിങ്ങളുടെ പിന്നാലെ വരാൻ വേണ്ടിയിട്ടുള്ളതാണ് ലവ് അട്രാക്ഷൻ ബ്രേസ്ലെറ്റ്. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് നിങ്ങളുടെ പേരും നാളും എല്ലാം പറഞ്ഞ് പൂജിച്ച് തയ്യാറാക്കി നൽകുന്നതാണ് ലവ് അട്രാക്ഷൻ ബ്രേസ്ലെറ്റ് ആകട്ടെ തേർഡ് പാർട്ടി റിമൂവർ ബ്രേസ്ലെറ്റ് ആകട്ടെ. തേർഡ് പാർട്ടി റിമൂവർ ബ്രേസ്ലെറ്റ് നിങ്ങളുടെ വ്യക്തിയുടെ ഇടയിൽ പ്രശ്നമുണ്ടാക്കി ആ ഒരു തേർഡ് പേഴ്സണെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് തേർഡ് പാർട്ടി റിമൂവർ ബ്രേസ്ലെറ്റ് അല്ലാതെ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഏലസും യന്ത്രവും വശ്യ കുങ്കുമവും വശ്യ ചന്ദനവും വശ്യ കൺമഷി ഇതെല്ലാം തയ്യാറാണ്. പ്രത്യേക വശ്യ കൂട്ടുകൾ ചേർത്ത് തയ്യാറാക്കിയതാണ് വശ്യ കൺമഷി എന്ന് പറയുന്നത്. വളരെ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതാണ്. താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ്ങിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങളുടെ പ്രശ്നങ്ങൾ കൃത്യമായി കണ്ടുപിടിച്ചതിന് ശേഷം
നിങ്ങൾക്ക് വേണ്ടുന്ന പരിഹാരം ഇവിടെ ചെയ്തു തരുന്നതാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ, കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളാവട്ടെ, ദാമ്പത്യ കലഹങ്ങളാവട്ടെ, റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടുള്ള പ്രശ്നമാവട്ടെ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആവട്ടെ, ബ്ലാക്ക് മാജിക് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാവട്ടെ, നിങ്ങളുടെ കരിയർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാവട്ടെ, സാമ്പത്തിക ബുദ്ധിമുട്ട്, ജീവിതത്തിലെ ഭാഗ്യമില്ലായ്മ, ദൃഷ്ടിദോഷം, ഇതിനെല്ലാം ഇവിടെ പരിഹാരമായിട്ട് ഏലസും യന്ത്രവും ബ്രേസ്ലെറ്റ്സും എല്ലാം കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് സംരക്ഷണമായിട്ട് കവചങ്ങളും നൽകുന്നതാണ്. താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങളുടെ എല്ലാ റിലേഷൻഷിപ്പ്, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ആരെയാണോ സ്നേഹിച്ചത് അവരെല്ലാം നിങ്ങൾക്ക് തന്നെ ഉള്ളതാണ്. അവർ നിങ്ങൾക്ക് മാത്രമുള്ളതാണ്. നിങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ന്യായമാണ് എന്നുണ്ടെങ്കിൽ യൂണിവേഴ്സും ദൈവവും ഈശ്വരെല്ലാം നിങ്ങളുടെ പ്രാർത്ഥന കേട്ട് നിങ്ങൾക്കായിട്ട് ആ ഒരു പേഴ്സണെ നിങ്ങൾക്ക് തിരിച്ചു തരുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് മനസ്സുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു.